ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങൾ പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം ബീച്ചിൽ പോയൊരു വീഡിയോ ആണ് കേട്ടോ. നാത്തൂനും കുട്ടികളൊക്കെ വന്ന ദിവസം ബീച്ചിൽ പോകണമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ പോയേക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ബീച്ചിലെത്തി. പിള്ളേർക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. സാധാരണ ഞാനും ഇക്കയും പിള്ളേരും കൂടി വരുമ്പോഴത്തേക്കും അങ്ങനെ വെള്ളത്തിലൊന്നും അധികം ഇറങ്ങാറില്ല. നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കാലൊക്കെ നനച്ച് കുറച്ച് നേരം പിള്ളേരെയൊക്കെ ഒന്ന് അവിടെ നിന്ന് ബീച്ചൊക്കെ കാണിച്ച് തിരയൊക്കെ എണ്ണിയിരുന്നിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോരാറ പതിവ്. നേരത്തെ ഒന്നും അങ്ങനെ വരാറില്ല, കുറച്ച് സമയമൊക്കെ ഇരിക്കാറുള്ളൂ. ഇത്തവണ ഇത്താത്തയും പിള്ളേരും ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറേ നേരം ബീച്ചിൽ കളിച്ചിട്ടോ. കുറേ നേരം വെള്ളത്തിൽ തന്നെയായിരുന്നു. കരയിലൊന്നും ഇരിക്കാനുള്ള ടൈമേ കിട്ടിയില്ല, വെള്ളത്തിൽ തന്നെയായിരുന്നു. ഉമ്മച്ചിയും അപ്പച്ചിയും മിക്കാക്കാൻ്റെ ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവരാരും വെള്ളത്തിൽ ഇറങ്ങില്ല കേട്ടോ. അവർക്കൊക്കെ ഞങ്ങൾ കാണിക്കുന്ന കണ്ടിട്ട് ഭയങ്കര പേടിയായിട്ട് കരയിലിരിക്കാൻ കേട്ടോ. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടാണ് കേട്ടോ. കുഞ്ഞുങ്ങളിങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറാണ്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഈ തിര അടിക്കുമ്പോൾ ഇങ്ങനെ മറിഞ്ഞ് വെള്ളത്തിൽ വീഴുന്നു, ഉപ്പ് വെള്ളം കുടിക്കുന്നു, ഭയങ്കര വെള്ളത്തിൽ കിടന്ന് മറിയിലായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് ചീത്ത കേട്ടോ. ഉമ്മച്ചിയും ബാബച്ചിയൊക്കെ ഒരുപാട് ചീത്ത പറഞ്ഞു കേട്ടോ. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല, നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറിയതേ ഇല്ല. സാധാരണ എനിക്കും ഇറങ്ങാൻ പേടിയാണ്, പക്ഷെ ഇത്തവണ ഇത്താത്തേക്ക് ഉണ്ടായതുകൊണ്ട് ഒരു രസമല്ലേന്ന് ഓർത്തിട്ട് ഞാനും ഇറങ്ങി കേട്ടോ. കുറേ നേരം വെള്ളത്തിൽ കളിച്ച് നനഞ്ഞ് ചീഞ്ഞാണ് വീട്ടിലെത്തിയത്. ഇത് ഇത്താത്തൻ്റെ മൂത്ത പുത്രനാണ് കേട്ടോ, സിനാൻ. ഇവൻ്റെ പ്രത്യേക അഭ്യർത്ഥന ഉണ്ടായിരുന്നു, ഇവനെ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തരുത്, വീഡിയോ എടുക്കരുതെന്ന് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവന് വീഡിയോ എടുത്തത്. ഇവന് വീഡിയോ എടുക്കണമെന്നുള്ളൊരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല, പറഞ്ഞതുകൊണ്ട് എടുത്തെന്ന് മാത്രം കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് കടകളുണ്ടായിരുന്നു കേട്ടോ, ചെറിയ ചെറിയ തട്ടുകടകൾ. ഈ കപ്പ, കക്കറച്ചി, മീൻകറി, സ്നാക്സൊക്കെ കിട്ടുന്ന ഈ ബജ്ജികളൊക്കെ, നല്ല ചൂട് ബജ്ജികളൊക്കെ കിട്ടുന്ന കടകളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് ബജ്ജിയും ചായയും കപ്പയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.